ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാമേ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇലയുടെയാണേ. അപ്പോൾ ഞാൻ കണ്ണനുണ്ടാക്കി. കണ്ണന് സ്കൂളിൽ ചോറുണ്ട് കേട്ടോ, മീനും ഒക്കെ വറുത്ത് അവനുള്ള പൊതിയൊക്കെ കെട്ടി. ഇനി അച്ചുവിനുള്ളതും കൂടെ കെട്ടണം. അപ്പോൾ രാവിലെ ചോറൊക്കെ റെഡിയായി. അടുത്തത് ഇലയുടെ പരത്തി വെച്ചേക്കുവാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇലയുടെ തന്നെയാണ് കേട്ടോ. ശർക്കരയും തേങ്ങയും പിന്നെ ഇച്ചിരി ഏലക്ക പൊടിയും ഒക്കെ ഇട്ട് മധുരം വെച്ച് അങ്ങനെ ഉണ്ടാക്കാൻ സാധാ കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി ഇപ്പോൾ ഇലയുടെ ഉണ്ടാക്കിയിട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഇലയുടെ ആക്കാമെന്ന് വിചാരിച്ചു. കണ്ണന് കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചു, പൊതി കെട്ടി വെച്ചു. കണ്ണ നിന്റെ കുപ്പി എവിടെ? രാവിലത്തെ കാപ്പിടി കഴിഞ്ഞ് എല്ലാവരും പോയി കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുക്കളയിലോട്ട് പാത്രം കഴുകാൻ കയറി. പാത്രം കഴിച്ച് രാവിലെ കാപ്പി കുടിച്ച കുറേ പാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ചോറും കറിയെല്ലാം രാവിലെ തന്നെ വെന്തോണ്ട് ഉച്ചക്കത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് രണ്ടുപേർക്കൊന്ന് ചോറാണ് കൊടുത്ത് വിട്ടത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് റിപ്ലൈ തരാണ്ട് വന്നാണേ. വിജി ചോദിച്ചായിരുന്നു, ദീപാച്ചി ബാബുച്ചൻ്റെ സിസ്റ്റർ ആണോയെന്ന് ചോദിച്ചു. ബാബുച്ചൻ്റെ സിസ്റ്ററാണ്, പക്ഷെങ്കിൽ ഇവർ ചേട്ടനിയും മക്കളാണേ. അങ്ങനെയുള്ള ബന്ധമാണ്. ബാബുച്ചനൊക്കെ പെങ്ങന്മാരില്ല. ഈ ചേട്ടനിയന്മാർ മക്കളുള്ള പെങ്ങന്മാരൊക്കെ ഉള്ളൂ. ഇവർ 3 ആൺപിള്ളേരായിരുന്നു. പക്ഷേ ദീപാച്ചി നാത്തൂനാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കൂട്ടുകാരെ പോലെ ദീപാച്ചിയും പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, വിഷ്ണുമണി ഞങ്ങളെ വിട്ടുപോയി. ദീപാച്ചിയുടെ അനിയനായിരുന്നു. ഞങ്ങൾ 3 പേരും ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ ദീപാച്ചിയുടെ ചേച്ചിയുണ്ട്, ധന്യയായിട്ട് കൂട്ടാണ്. പക്ഷെ അവള് പഠിക്കാനും ഒക്കെ പോവുകയും ഞാൻ വരുന്ന സമയത്ത് അവൾ പഠിക്കാനൊക്കെ പോകുന്നത്. അതുകൊണ്ട് പഠിക്കുമാരും തോന്നുന്നത് നേഴ്സിങ്. അപ്പോൾ അതുകൊണ്ട് ധന്യയായിട്ട് അങ്ങോട്ട് അടുപ്പമുണ്ട്, ഇല്ലെന്നല്ല. അവൾ ഈ വരുമ്പം ഉള്ള കാണിച്ചൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കല്യാണം കഴിഞ്ഞു, അവൾ പോയി വെളിയിലാണ്. അവർ ഫാമിലിയായിട്ട് അവിടെയാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് ധന്യയായിട്ട് അവളോട് സ്നേഹമില്ലെന്നല്ല, അവളോട് സ്നേഹമുണ്ട്. പക്ഷെ ദീപാച്ചിയായിട്ടുള്ള അത്ര ഒരു ഇത് വന്നില്ല. കാര്യം അവൾ വരും പോകും അങ്ങനെ നിൽക്കുന്നുണ്ട്. വരുമ്പോൾ നല്ല രസമാണ്. അവൾ ഞങ്ങളും എല്ലാം കൂടെ ഭയങ്കര കൂട്ടാണ്. പിന്നെ ദീപാച്ചിയാണ് ദീപാച്ചി ഇവിടെ അടുത്താണ് കെട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് ദീപാച്ചി എപ്പോഴും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. ആ കൂട്ട് ഇപ്പോഴും ഒന്ന് നിലനിന്ന് പോകുന്നു ഞങ്ങളുടെ. പിന്നെ ആരായിരുന്നു? അഖില് ചോദിച്ചായിരുന്നു ദീപാച്ചിയെ ഭയങ്കര ഇഷ്ടമാണോന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളേ. ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടം അവളോട്. എന്നാന്ന് എനിക്കറിയത്തില്ല, അവളോട് ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് എനിക്ക്. അത് അച്ചു ഉണ്ടായ നാൾ പോലെ കേട്ടോ സ്നേഹം ഇത്രയായത്. അതിന് മുമ്പൊക്കെ ഞങ്ങളിങ്ങനെ മിണ്ടുമൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ വലിയ കൂട്ടില്ലായിരുന്നു. അച്ചു ഉണ്ടായി കഴിഞ്ഞാണ് ദീപാച്ചിയായിട്ട് ഇത്രയും കൂട്ടായതും എല്ലാം. പിന്നെ അവള് അപ്പച്ചി മോളായിരുന്നു. അപ്പച്ചി പറയുന്നതിനപ്പുറം അവൾക്കൊന്നും ഇല്ലായിരുന്നു. അതുപോലെ കൂട്ടായിരുന്നു. പിന്നെ ആരായിരുന്നു? ബാക്കി പേര് മറന്നു കേട്ടോ. പ്രേം എന്ന് പറഞ്ഞ് ആലോചിച്ചായിരുന്നു കണ്ണൻ തന്നെയാണോ തുണിയൊക്കെ കഴുകുന്നതെന്ന്. കണ്ണൻ തന്നെ തുണിയൊക്കെ കഴുകുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്കിപ്പോൾ വയ്യാതെ കൂടെ ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ തുണിയെല്ലാം തന്നെ കഴുകിടും. ആരെയും ശല്യപ്പെടുത്താൻ നിൽക്കത്തില്ല. കൂടുതൽ യൂണിഫോമാണ് കഴുകുന്നത്. ബാക്കിയെല്ലാം പിന്നെ മെഷീനകത്താണ് കഴുകുന്നത്. യൂണിഫോം കല്ലേ കഴിയാലേ അങ്ങോട്ട് വെളുക്കുള്ളൂ. മെഷീനകത്ത് എല്ലാ തുണിയുടെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ ഈ ഓട്ടവും ചാട്ടത്തിനൊക്കെ മൊത്തം അഴുക്കായിരിക്കും. അതുകൊണ്ട് പുള്ളി തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഡ്രസ്സൊക്കെ കഴുകിയിടുന്നത്. കഴുകി വിരിച്ച് തന്നെ സ്കൂളിൽ പോകുമ്പോൾ തേച്ചും ഒക്കെ കൊണ്ടുപോയിക്കോളും. അതൊക്കെ തന്നെയൊക്കെ ചെയ്യാൻ കുറേശ്ശെ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് വയ്യാതെ വന്നപ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലായിരുന്നു. പിള്ളേരൊക്കെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. മറ്റേത് ഞാൻ അവരുടെ യൂണിഫോമൊക്കെ ഞാനായിരുന്നു കഴുകിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവരെ കൊണ്ട് കഴിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ തുണികളൊക്കെ കഴുകാനായിട്ടാണ്. പിന്നെ കമൻറ്റിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ വീഡിയോസൊക്കെ നമുക്കിങ്ങനെ എല്ലാം പുതിയതായിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ ഒരുപാട് താങ്ക്സ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. ഞാൻ പാത്രമെല്ലാം ഒന്ന് കഴുകി വെച്ചേച്ച് ഇനി ഞാൻ 4 മണിയാകുമ്പോഴത്തേക്ക് അടുക്കളയിലോട്ട് കയറത്തുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനായിട്ട്, സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനായിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് അടുക്കളോട്ട് കയറും. അതുവരെ റെസ്റ്റ്, ഫുൾ റെസ്റ്റ്. ഉറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല.
എന്തായാലും കയറി കിടക്കും ഞാൻ. ഒന്നും ചെയ്തുകൊണ്ട് നടക്കുകയല്ല. രാവിലെ കുളിച്ച് നോക്കിയത് വേർത്ത്, അതിനേക്കാൾ വേർത്ത് കുളിച്ചു. കുറച്ച് പാത്രം എല്ലാം കഴുകി, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ പച്ചക്കറിയുടെ ഒക്കെ ചുവട്ടിലോട്ട് മുടക്കി ഒന്ന് ഒഴിച്ച് ജോലിയുള്ള ചെയ്ത് തീർത്തേച്ച് എവിടെയെങ്കിലും ഇരിക്കാനുണ്ടല്ലോ, മനസ്സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പണിയും തീരുകയല്ല, നമുക്കൊരു സമാധാനം കിട്ടത്തില്ല, ഒന്ന് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. പണി കിടപ്പുണ്ടല്ലോ എന്നുള്ള ചിന്ത വരും. ചെയ്ത് തീർത്തേച്ച് അങ്ങ് ഇരിക്കാനുണ്ടല്ലോ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്നൊരു സമാധാനത്തോടെ ഇരിക്കാം. ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി എല്ലാം റെഡിയാക്കി വെച്ച് ഒരു 4 മണിയല്ല, അതിന് മുമ്പേ അടുക്കള കയറി. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുക്കള കയറി 4 മണിക്കത്തേക്ക് അവർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസം കൊണ്ട് അവരെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പിന്നെ വയ്യാഴിക്കും ഒക്കെ ആയതുകൊണ്ട് അങ്ങ് മടിച്ച് നീങ്ങുന്നു. ഇന്നിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവരും മറക്കണ്ട, വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ദേവൂട്ടിയുടെ വിവരം ഒന്നും വന്നില്ല കേട്ടോ. ഞാൻ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞായിരുന്നു, എന്നിട്ടും വിവരമൊന്നും കണ്ടില്ല. പിന്നെ നമ്മുടെ ഗീത ചേച്ചീനെ ഇപ്പം അങ്ങനെ കാണുന്നില്ല. ചേച്ചിക്ക് ഇനി വല്ല വയ്യാഴികയാണോ എന്നാന്നൊന്നും അറിയത്തില്ല കേട്ടോ. ചേച്ചിയൊക്കെ നല്ല സപ്പോർട്ടായിട്ടുള്ള ഇവരൊക്കെ പെട്ടെന്ന് വീഡിയോയിൽ കമൻറ്റ് ഒന്നും വരാതാകുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമമാണ്. എന്നാ പറ്റി, ഇവരൊന്നും വരാത്തെ എന്നൊരു ഇതാണ്. ഇപ്പൊ ഗീത ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടുണ്ട്. നമുക്കൊരു ഗീത ചേച്ചി പിന്നെ നമ്മുടെ വിജി, ദേവൂട്ടി എന്ന് പറഞ്ഞാൽ കീർത്തന, പിന്നെ ആരായിരുന്നു, പിന്നെ നമ്മുടെ ശിവാനി, അങ്ങനെ പിന്നെ ശ്രീകര മനോജ്, പിന്നെ ആരായിരുന്നു, ബിജിയുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ രഞ്ജിനി, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സപ്പോർട്ട്, ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. യൂട്യൂബേഴ്സ് അല്ലാത്ത കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോ കാണുകയും അതിന് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. പിന്നെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിലോ, ഞാൻ കാണുന്നൊരു ചാനലാണ് ഹരിത ഗാർഡൻസ് പറയാൻ. നല്ല വിലക്കുറവാണ് ചെടിക്കൊക്കെ. താമരയൊക്കെ നല്ലത്, നമ്മളത് നടേണ്ട രീതി, അങ്ങനെ അതിനെപ്പറ്റി ഒരുപാട് ആ ചാനലിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് കണ്ടേച്ച് അതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പർ വരുന്നുണ്ട്. ഓർഡർ ചെയ്താൽ നമുക്ക് ചെടി വീട്ടിൽ കിട്ടുകയും ചെയ്യും. എനിക്ക് സ്വന്തമായിട്ട് ഇത്രേതായിട്ട് വേണം കുറേ ചെടിയൊക്കെ അവിടെ നിന്ന് ഒത്തിരി ചെടി കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാ സൈസും ഉണ്ട്. നമ്മൾ കൂടുതലും താമരയുടെ ഇതാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അത് നടന്ന രീതിയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ആ ചാനലൊന്ന് കണ്ടേച്ച് നിങ്ങൾക്ക് ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിലൂടെ ഓർഡർ ചെയ്യുക കേട്ടോ. പുള്ളിക്കാരി നല്ല ഇതായിട്ട് നമുക്ക് വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരും. പിന്നെ പ്രത്യേകിച്ച് ഇതെന്ന് പറഞ്ഞാൽ വലിയ വിലയില്ല അവിടുത്തെ ചെടിക്ക്. നമ്മൾ സാധാരണ ഓൺലൈൻ വഴിയൊക്കെ മേടിക്കുമ്പോൾ നല്ല വിലയാണ്, പോയി മേടിക്കാൻ ചെന്നാലും നല്ല വിലയാണ്. പക്ഷേ ഇത് അത്രയും വിലയൊന്നുമില്ല. ഓരോന്നിനും വില കുറഞ്ഞതും വില കൂടിയതും എല്ലാം ഉണ്ട്. അതെല്ലാം പറഞ്ഞ് നമ്മുടെ കയ്യിൽ സാമ്പത്തികത്തിനനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്ന പ്ലാന്റ്സൊക്കെയാണ് പുള്ളിക്കാരയിലുള്ളത്. അപ്പോൾ അത്രയും നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിലും മേടിക്കുക കേട്ടോ. നല്ല ഇതൊക്കെയാണ്. ഹരിത ഗാർഡൻസ് പറയും ചാനലിൻ്റെ പേര്. ഒന്ന് കയറി കണ്ടു നോക്കുക, നല്ല ചാനലാണ്. പിന്നെ എന്നായിരുന്നു, പിന്നെ ഇടയ്ക്ക് പറയണ്ടായിരുന്നു, ഇന്നിലൊക്കെ ഇനി പറയുകയാണെങ്കിൽ 2 മണി നിൽക്കാൻ അടുക്കള വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പാത്രം എല്ലാം എന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാത്രം കഴിച്ച് താമസിക്കും. അപ്പം മറക്കണ്ട കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ, ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യരുതേ. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരു ക്രീമണ്ണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പം അതിനുള്ള പാലും എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി മൈദ എടുക്കണം. മൈദ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പൂത്തു പോകും വെളി വെച്ചാൽ. മൈദ ഞാൻ കുറച്ച് അരിച്ചെടുത്തതുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ ഒക്കെ ഇട്ട്
ചേട്ടാ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, പിള്ളേർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് ശകലം ഒന്ന് പാലൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈസ്റ്റ് ഇടണം. ഇതിനകത്തെ കുറച്ച് പാൽപ്പാടയൊക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ എടുത്തോണ്ട് വന്ന കേട്ടോ. എവിടെയോ വെച്ചു, മറന്നുപോയി, തപ്പി നോക്കിയിട്ട് വരട്ടെ. ഇതൊരു ചെറു ചൂട് പാലാണേ. അതിലേക്ക് ഞാൻ ഇത്രയും മതി, ഈസ്റ്റ് ഇത് മതി. ഒരു 15 മിനിറ്റത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് പാലിനകത്ത് ഈസ്റ്റ് ഇട്ടതേ. ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കാനത്. ബന്നിനൊരു ചെറിയൊരു മധുരമൊക്കെ കിട്ടാനും ഒക്കെ വേണ്ടി ഒരു 15 മിനിറ്റത്തേക്ക് ഞാനിതിന് പൊങ്ങാൻ വേണ്ടി വെച്ചേക്കുവാണേ. ഈസ്റ്റൊക്കെ ഇട്ടത് നല്ലപോലെ ഇത് പൊങ്ങി കേട്ടോ. ഇനി ഇത് നമുക്ക് മാവ് കുഴയ്ക്കാം. ഞാനൊരു പ്രത്യേക അളവൊന്നും അല്ലാട്ടോ എടുക്കുന്നതിന്. എന്നാണെന്നറിയാമോ, എനിക്ക് അങ്ങനെ അളവൊന്നും എടുക്കാൻ അറിയത്തില്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തതേ. ഞാൻ എൻ്റെ ഒരു ഇതിനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കങ്ങനെ അളവ് ഇത്ര അളവിന് ഇത്ര പാല് അല്ലെ പൊടി അങ്ങനെയൊന്നും പറയാനറിയത്തില്ല. പിള്ളേർക്ക് ഇപ്പോൾ ഒരു ഇച്ചിരി ഇതുണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി ക്രീം ബണ്ണ്. ഇപ്പം പൊടിയെടുത്തു. ഇനി ഇതിലേക്കൊരു ശകലം ഉപ്പും കൂടെ ചേർക്കണം. ശകലം ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ടിനി മാവ് കുഴയ്ക്കണം. അതിനകത്ത് ഞാനൊരു സ്പൂൺ ഇളക്കാനിട്ടാൽ മതി. അത് അതിനകത്തോട്ടങ്ങ് പോയി കേട്ടോ. സ്പൂണിന് ഒരനുസരണ ഇല്ല. ഇപ്പം ഞാൻ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് ഇനി ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. എന്നിട്ട് കുഴച്ച് വീഡിയോയിൽ കാണാവേ. മാവ് കുഴയ്ക്കുമ്പം കയ്യെ നല്ലപോലെ മാവ് പിടിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇച്ചിരി ലൂസായിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൂസല്ല കേട്ടോ. ഇത് ഇച്ചിരി അന്നേരം കയ്യെ മൊത്തം ഇങ്ങനെ ആകും. അപ്പം കുറച്ച് നേരം കുഴച്ച് വെച്ച് കയ്യെ ഒന്ന് കഴുകി വെച്ച് വീണ്ടും കുഴച്ചാൽ മതി. അപ്പം ശരിയാകും കേട്ടോ. കയ്യെ വലിയതായിട്ട് പിടിക്കല്ലേ. ഇതിപ്പോൾ ഞാൻ കൈ കഴുകിയിട്ടില്ല. ഇത് കണ്ടോ, കൈ നിറച്ച് മാവാകും. ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എനിക്കിപ്പോൾ ഇങ്ങനെ കുഴച്ചത് കയ്യിലെ അങ്ങ് അത് മാവ് അതിലോട്ട് തന്നെ അങ്ങ് പിടിച്ചതാണ്. നല്ലപോലെ മാവ് കുഴയ്ക്കണം. എൻ്റെ കൈ ഒന്നിനി കഴുകിയേച്ച് വരട്ടെ. കയ്യെ ശരിക്കും മാവുണ്ട്. വേണ്ട, കയ്യിൽ മൊത്തം ഞാൻ കഴുകി. ഇനി നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈ പിടിക്കത്തില്ല കേട്ടോ. അങ്ങനെ നല്ലപോലെ ഒന്ന് കുഴച്ച് വെച്ച് ഒരിച്ചിരി എണ്ണ ചേർക്കണേ. എണ്ണയോ നെയ്യോ എണ്ണ വേണം ചേർക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നത് കേട്ടോ. ഒരു കുറച്ച് എണ്ണ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ മാവ് കുഴച്ചു. എന്നിട്ട് ഈ പാത്രത്തിന് അകത്തേക്ക് ശകലം എണ്ണ തേക്കണം. തേച്ചേച്ച് വേണം. നമുക്ക് ഇല്ലെങ്കിൽ മാവ് മൊത്തം ഒന്ന് പിടിച്ചു. ശകലം മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തൂത്തിട്ടാൽ മതി കേട്ടോ. ചെറുതായിട്ട് എണ്ണ തൂത്തേച്ച് ഇനി ഇവിടെ ഇങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കാം.
നമ്മുടെ മാവ് നല്ല പോലെ പുളിച്ച് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ചെറിയൊരിതല്ലായിരുന്നു വെച്ചത്, അത് ഇത്രയും വരുന്നത്. ഇനിയിപ്പോൾ തൊടുമ്പോൾ അത് താഴ്ന്ന് പോകും. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണമെന്നും കൂടെ. ഇതൊന്ന് കുഴച്ചെടുത്ത് വെച്ച് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എണ്ണ പുരട്ടി എണ്ണത്തിനെങ്കിലും വെക്കണം. കാര്യം എന്നാൽ നമുക്കിത് എടുക്കാൻ എളുപ്പമാകത്തുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ ഞാൻ ഇച്ചിരി എണ്ണ തേച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ചെറുത് തീരെ ചെറുതല്ല കേട്ടോ, ഒരു ഇത്രയും വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഈ എണ്ണയിലൊന്ന് മുക്കി വെച്ച് ഇങ്ങോട്ട് മാറ്റിക്കുക. അത് എടുത്തിടാനുള്ള സൗകര്യത്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇനി ഇത് വലുതാകും. അങ്ങനെ ഓരോന്നും ഉരുട്ടി എടുത്ത് വെക്കട്ടെ. ഇതുപോലെ ചെറിയ ബോളുകളാക്കി ഞാൻ എടുത്ത് വെച്ച് കേട്ടോ. ഇനി ഇതിനകത്ത് മൊത്തം 10 ഉണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ പൊങ്ങും, എന്നിട്ട് വേണം എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട്. ഇത് നമ്മൾ നേരത്തെ വെച്ചതിലും ഇച്ചിരി കൂടെ വലുപ്പം വെച്ച് കേട്ടോ. ഇത് കണ്ടോ, നേരത്തെ ചെറിയ ഉരുളയല്ലായിരുന്നോ, അത് ഇച്ചിരി കൂടെ വലുപ്പം വെച്ച് ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചത് ചൂടായി. ഇനി അതിലേക്ക് തീ കുറച്ചിട്ട് വേണം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ചിടണം. അപ്പം നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഈ എണ്ണ തേച്ച് വെച്ച എന്നാന്നറിയാമോ, ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ എടുക്കാൻ എളുപ്പമുണ്ട്. ഇതിപ്പോൾ സോഫ്റ്റായിട്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ. 2 ഇടാൻ തോന്നുന്നു. ഒരെണ്ണം കൂടി എടുത്തേ. എടുക്കാൻ എളുപ്പമുണ്ട്. ഞാൻ ഇന്ന ദിവസം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ എണ്ണ തേക്കാതെ വെച്ച് കേട്ടോ. ലാസ്റ്റ് അത് എടുത്തപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പ് മൊത്തം മാറിപ്പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിത് എളുപ്പമാണെന്ന് മനസ്സിലാവും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫുഡായതുകൊണ്ടുണ്ടല്ലോ, നമുക്ക് ഇവിടെ ഈ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നതാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാത്തൊക്കെ ഉണ്ടാക്കി ആര് തിന്നാനാ. മറ്റേ ഇവിടെ ബിജീസ് കിച്ചൻ പറഞ്ഞവരെ മക്കൾ കഴിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അവർ കഴിക്കുകയല്ലേ പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ചെറിയ തീയിൽ ഇതിൻ്റെ അകം വെന്ത് കിട്ടണം. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് പൊള്ളി വരും. തിരിച്ചും മറിച്ചും ഇട്ടിടണം. ഇതുപോലെ തന്നെ നമ്മൾ ബന്നുണ്ടാക്കുന്നേ കേട്ടോ. ബന്നുണ്ടാക്കാനും പറ്റും ഇതുപോലെ. അത് പിന്നെ ഓവനുള്ളവർക്ക് ഓവനകത്ത് വെച്ചുണ്ടാക്കാം. ഞാൻ പക്ഷേ ഇതുവരെ ഓവനകത്ത് വെച്ചുണ്ടാക്കിയിട്ടില്ല കേട്ടോ. അല്ലാതെ നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കത്തില്ലേ, മണലൊക്കെ ഇട്ട്, അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് ഇരുന്ന് മൂക്കട്ടെ. ഇതിൻ്റെ പുറത്തോട്ടും കൂടെ ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ 2 സൈഡും ഒരുപോലെ ഇതായിട്ട് കിട്ടും നമുക്ക് പെട്ടെന്ന്. ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ലപോലെ കളർ മാറണം. ഈ ക്രീം ബണ്ണിൻ്റെ കളറെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും, ഒരു ഡാർക്ക് കളറാണ്. ഇവിടുത്തെ എൻ്റെ കൊച്ചുപുത്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ക്രീം ബണ്ണ്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ മൊരിഞ്ഞിരിക്കും കേട്ടോ. പക്ഷേ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും. ഇതിനി അവിടെ കിടന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ ക്രീം ബണ്ണൊക്കെ ശരിയായി. ഒരു ചെറിയൊരു ഇതുപോലെ വന്നേക്കുന്നുണ്ട്. അതെന്നാന്നറിയാമോ, നമ്മൾ ഇതിനകത്ത് നമ്മൾ എണ്ണ കുറച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അന്നേരം അതിടുമ്പം ചീൻചട്ടിയുടെ അടിയിലോട്ട് പിടിക്കുന്നതിൻ്റെയാണ് ആ ഒരു ചെറിയ. പക്ഷെ അത് ഇതിനകത്തൊരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഭയങ്കര കളറായിട്ട് തോന്നും കേട്ടോ. അത്രയും കട്ടിയിൽ കളറില്ല. അങ്ങനെ നമ്മുടെ ക്രീം ബണ്ണ് ഓരോന്ന് വീതം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനി തണുത്തിട്ട് ഇതിനകത്തൊരു ക്രീം വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ
ക്രീം ബണ്ണ് മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ചിലവായിട്ടില്ല. ഇത് കണ്ടോ, ഇത്രയും ആ എടുത്ത എണ്ണ തന്നെ ഇതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അടങ്ങിയിരിക്കണം. അപ്പോൾ ക്രീം ബണ്ണ് ഈ വീഡിയോയുടെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്, ഇടയ്ക്ക് വെട്ടം ഇതാകുന്നുണ്ട്. കറക്റ്റ് ക്രീം ബണ്ണിൻ്റെ കളറാണ്. ഇതുണ്ട്, ഞാൻ ഒരെണ്ണം മുറിച്ച് നോക്കിയതാണേ. എങ്ങനെ അതിൻ്റെ അകം കേട്ടോ, നല്ല സോഫ്റ്റ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ ആദ്യം മുറിച്ച് നോക്കിയായിരുന്നേ, എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. അടുത്തതും തന്നെ നമ്മളിത് സാധാ പിച്ചാത്തി കൊണ്ടാണ് മുറിക്കുന്നത്, നമ്മുടെ അടുക്കള പച്ചക്കറി എരിയുന്ന പിച്ചാത്തിയത്. ഇതുണ്ടോ, നടുക്കായിട്ട് നമ്മളിങ്ങനെ മുറിച്ചാൽ മതി. ഉണ്ടോ, അതൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. തണുത്തത് നോക്കിയെടുത്താട്ടെ, ചൂട് മുറിക്കാനായിട്ടെടുക്കാൻ കൈ കൊള്ളും. ഇതുണ്ടോ, അതൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇതുപോലെ മുറിച്ചെടുത്തേച്ച് നമുക്ക് ക്രീം തേക്കുന്നത് പറയാവേ. ഇതിപ്പോൾ ഞാൻ ക്രീം തേക്കുന്നത്, ക്രീം കടയിൽ നിന്നാൾ ഇവർക്ക് ക്രീം ബണ്ണ് മേടിച്ചപ്പം ചൂടായിരുന്നു ബന്ന്, അപ്പോൾ അവർ ക്രീം കൊടുത്ത് വിടുമായിരുന്നു. ഇത് ഞാൻ ചുമ്മാ നമ്മുടെ സ്പൂൺ കൊണ്ട് കേട്ടോ തേക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ഈ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇങ്ങനെ മേളിലും താഴെയും ക്രീം തേച്ച് കൊടുക്കുക. ഇവർക്ക് നല്ലപോലെ ക്രീം വേണം നടക്കുന്നത്, അത്രയൊന്നും ഇല്ല, കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ കൊടുക്കുകയുള്ളൂ ക്രീം. ഇത് കണ്ടോ ക്രീം, ഇത് ശരിക്കും തണുത്ത് തരാം. തണുത്താലേ ഇതിനകത്ത് ക്രീം നല്ല ഇതായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. ചൂടോടുകൂടി ചെയ്താൽ ക്രീം ഒലിച്ചു പോകും. പിന്നെ ഞാൻ നേരത്തെ ഈ ക്രീമൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് ഇതിപ്പോൾ കടയിൽ നിന്ന് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്തതന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തൈരൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നെയ്യ് കിട്ടുമല്ലോ, ആ നെയ്യ് എടുത്തേച്ച് തൈര് കിടഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മേളിൽ കിട്ടുന്ന ആ വെണ്ണ പോലത്തെ സംഭവം ഉണ്ടല്ലോ, ആ വെണ്ണ എടുത്തേച്ച് അത് ഞാൻ ഇച്ചിരി പഞ്ചസാര മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചേച്ച് അതിൻ്റെ കൂടെ ഇട്ടങ്ങ് അടിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ നല്ല ക്രീം കിട്ടും കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള ക്രീം പോലത്തെ കിട്ടും. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം. നമ്മൾ വീട്ടിൽ ഇങ്ങനെ പിള്ളേർക്ക് കഴിക്കുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഞാനെല്ലാം ഒന്ന് ക്രീമൊക്കെ പരട്ടട്ടെ. അങ്ങനെ നമ്മുടെ ക്രീം ബണ്ണെല്ലാം ശരിയായി കേട്ടോ, തണുത്തു. ഞാൻ അതിലേക്ക് ഇനി ക്രീം തേച്ചുകൊണ്ടിരിക്കുക. മുഴുവൻ എണ്ണത്തിലും ക്രീം തേക്കാനായിട്ടാണേ. ഇത് തണുക്കുന്നതിന് മുമ്പേ ഇതിനകത്ത് നമ്മൾ ക്രീം തേച്ചുണ്ടല്ലോ, ക്രീം മുഴുവൻ ഒലിച്ച് ഇതായി പോകും. നല്ലപോലെ തണുത്തതിന് ശേഷമേ ക്രീം പരട്ടാവുള്ളൂ. ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ ക്രീം അങ്ങ് ലൂസായിട്ടിരിക്കും. രണ്ടുപേരും അവിടെ ഞാനിത് എടുക്കുന്നത് നോക്കിയിരിക്കുക. പെട്ടെന്ന് എന്നും പറഞ്ഞുകൊണ്ട്. പ്രത്യേകിച്ച് കണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ് ക്രീം ബണ്ണ്. നേരത്തെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ, ഇപ്പോഴൊക്കെ അങ്ങ് മടിയൊക്കെ ആയി തുടങ്ങി. നേരത്തെ ഈ പിള്ളേർക്ക് ഞാൻ എന്നതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അറിയാമോ. അന്നൊന്നും ചാനലും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇപ്പം ചാനൽ വന്നുകൊണ്ടല്ല കേട്ടോ ഉണ്ടാക്കാത്തത്, ഇപ്പം അങ്ങ് മടിയാകുന്നില്ല, ഭയങ്കര മടിച്ചിയായി മാറി. പ്രത്യേകിച്ച് വിളിക്കട്ടെ, ശരിയായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്. ഉള്ളതാണോ ക്രീം വേണ്ട സൈഡിലൊക്കെ പറ്റിയേക്കുന്നത് മാത്രം. ശരിക്കുള്ള ക്രീം ബണ്ണ് പോലെ അല്ല ഇത്, ശരിക്കുള്ള ക്രീം ബണ്ണ് തന്നെയാ. ഓടാ, ശരിക്കുള്ള ക്രീം ബണ്ണ് പോലെ ഇരിക്കും. ഇത് ശരിക്കും കടയിലുണ്ടാക്കുന്ന പോലെ തന്നെ ക്രീം ബണ്ണാ. കടയിലുണ്ടാക്കുമ്പോൾ അത് വലിയ ക്രീം ബണ്ണ്, നമ്മളുണ്ടാക്കുമ്പോൾ അടുക്കള ക്രീം ബണ്ണാണല്ലോ. കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഇവിടെയൊക്കെ ക്രീം ഇരിക്കുന്നത് ഇച്ചിരി ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം നല്ലതാണ്, പിന്നെ ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ നിനക്ക് വേണ്ടേ? എന്നാ നിനക്കിനി വേണോടാ? എന്നിട്ട് ഇതിനകത്തൊക്കെ ക്രീം ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് ക്രീം വെച്ചത്, എനിക്ക് കുറച്ച് ക്രീം മതി, അതുകൊണ്ട് ഇത് കുറച്ച്. സംഭവം അടിപൊളിയല്ലേ? മയമുണ്ടോ? നല്ല സോഫ്റ്റ് അല്ലേ? നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ അങ്ങ് സോഫ്റ്റ് ആവുന്നുണ്ട്.
വേണ്ട ഇതൊക്കെ നല്ലപോലെ തണുത്തത്, വേണ്ട ഇതൊക്കെ നല്ല സോഫ്റ്റ്. നീ ആ ക്രീം ബാക്കി കൂടെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. വേണ്ട ആവശ്യമുള്ള ക്രീം കൊടുത്തു എന്നിട്ട് ആ പാത്രത്തിൽ നീ പഠിച്ചെടുക്കുക. ആത്മാവുമറിയാതെ അരുമയായി കണ്ണിൽ കുഞ്ഞു കണ്ണാടി. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേണ്ട ഇത് എടുക്കണം നല്ലോണം തണുക്കാം. ഇതിൻ്റെ കർത്താവ്യം ഞാനടുത്ത് ഗ്ലാസ് പൊട്ടി പീഡിപ്പിച്ച് കളഞ്ഞു. ഇത് കണ്ടോ, ഞാൻ ക്രീം ഒരു തുള്ളി എടുത്തോളാം, എനിക്ക് ക്രീം ഒരുപാട് വേണ്ട. ഷുഗർ എനിക്ക് ഒത്തിരി മധുരം ഏതാണ്ട് വേണം. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം, കടയിൽ ഇതിൻ്റെ എന്നാ വിലയാണ് ക്രീം ബണ്ണിന്? 10 രൂപ കൂടുതലായിരിക്കും. 12 വേണ്ട. അപ്പോൾ നമ്മൾ വീട്ടിലാകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മതി. പാല് വീട്ടിൽ മേടിക്കുന്നതാണ്, ഈസ്റ്റ് വീട്ടിലുണ്ട്, പിന്നെ മൈദ അത്, പിന്നെ പഞ്ചസാര, പിന്നെ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, ബട്ടർ അങ്ങനെയൊക്കെ. ഞാൻ പക്ഷേ വെജിറ്റബിൾ ഇല്ല ചേർത്ത കേട്ടോ, എനിക്ക് അത് ഇച്ചിരി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പം അത്രയേ ഉള്ളൂ, ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ക്രീം ബണ്ണെന്നൊക്കെ പറയുമ്പോൾ ബണ്ണ് ഭയങ്കര സംഭവം ഒന്നുമില്ല. നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കാം ഇത്രയേ ഉള്ളൂ ഇതെന്ന് ഓർക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നും പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള എണ്ണയിലൊക്കെ ക്രീം എണ്ണ, അതുപോലെ എന്തെങ്കിലും കറികളൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പതിയെ കഴിച്ച് നോക്കുക. അതിനകത്ത് എന്നൊക്കെ ചേർന്നേക്കുന്നത് നമുക്കത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഒക്കെ നിർത്തുവാണേ. നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.